വെൽക്കം ടു ജിനൂസ് അക്കാഡമി. OETയും IELTSഉം ജർമ്മനും പഠിക്കാൻ മലയാളത്തിലും എക്സ്പ്ലെയിൻ ചെയ്താണ് ജിനൂസ് അക്കാഡമിയിൽ കോച്ചിംഗ് നൽകുന്നത്. ജിനൂസ് അക്കാഡമി, ഒന്നാമതെത്താം. സ്വപ്നങ്ങൾക്കൊപ്പം പറക്കാം. ഗുഡൻ ടാഗ് ലോയിറ്റെ. ഇന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷനായി ഈ വീഡിയോയിൽ B2 ഷ്രൈബനിൽ രണ്ടാം ടൈലായ ലെറ്റർ എങ്ങനെ ഒരു മനോഹരമായി എഴുതാമെന്നാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി ബ്ലോഗ് എങ്ങനെ എഴുതണമെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമ്മുടെ രണ്ടാമത്തെ ടൈലായ ലെറ്ററിലേക്ക് നമുക്ക് വരാം. നമ്മൾ ലെറ്റർ എഴുതുമ്പോൾ നമുക്ക് B2 എക്സാമിന് ആകപ്പാടെ ഒരു ലെറ്റർ മാത്രമേ നമുക്കുള്ളൂ. അത് ഒരു ഫോർമൽ ലെറ്റർ ആണ്. B1 നമുക്ക് ഒരു ഫോർമൽ ഇൻഫോർമൽ ലെറ്ററും ഉണ്ട്. പക്ഷേ നമുക്ക് B2 നമുക്കൊരു ഫോർമൽ ലെറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ ഏറ്റവും മനോഹരമായി നമ്മൾ ഫോർമൽ വേർഡ്സ് ഒക്കെ ഉപയോഗിച്ച് എങ്ങനെ എഴുതാമെന്നാണ് നമ്മൾ ഈ വീഡിയോ നോക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ നല്ലപോലെ വായിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ആയിട്ടുള്ള കടമ്പ. അത് നമ്മൾ നല്ലപോലെ വായിക്കുക. നമ്മൾ ഓൾറെഡി പഠിച്ച് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലായ ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിച്ച് നമ്മൾ കാണാതെ പഠിച്ചിട്ട് വന്ന് എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ മാർക്ക് കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ വായിക്കാൻ അത് എന്തൊക്കെയാണ് നമുക്ക് ബ്ലോഗിലെ പോലെ തന്നെ നമുക്ക് ലെറ്ററിലും 4 സബ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ ഈ 4 സബ് ക്വസ്റ്റ്യൻസിലും നമ്മളൊരു 80 വാക്കിൽ ഉത്തരം എഴുതാൻ നമ്മൾ ശ്രമിക്കുക. ആദ്യം തന്നെ നമുക്ക് അതിനകത്ത് ആർക്കാണോ ലെറ്റർ എഴുതേണ്ടത്, അതിപ്പോൾ നമ്മൾ മെയിലാണോ ഫീമെയിൽ ആണോ നോക്കണം. എന്നിട്ട് നമ്മൾ സർ ഗേർട്ടർ അല്ലെങ്കിൽ സർ ഗേർട്ടെ എന്ന് എഴുതിയിട്ട് നമ്മൾ ഫ്രൗ ആണെങ്കിൽ ഫ്രൗ അല്ലെങ്കിൽ ഹെർ ആണെങ്കിൽ അതിങ്ങനെ പേര് എഴുതുക. അല്ലെങ്കിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ടൊരു പേര് തന്നില്ലെങ്കിൽ നമുക്ക് സർ ഗേർട്ടെ ദാമനുണ്ട് ഹെറൻ എന്നാണെങ്കിലും എഴുതാവുന്നതാണ്. അങ്ങനെ നമ്മൾ അത് എഴുതി നമ്മൾ കോമ ഇടുക. പ്രത്യേകം ശ്രദ്ധിക്കുന്ന കാര്യം, നമ്മൾ കോമ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പാരഗ്രാഫ് തുടങ്ങുമ്പോൾ നമ്മൾ സ്മോൾ ലെറ്ററിലെ തുടങ്ങാവുള്ളൂ. പലപ്പോഴും പലരും വരുന്ന മിസ്റ്റേക്കാണ്, നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ തുടങ്ങും. പിന്നെ അത് മാത്രമല്ല, മാർജിൻ്റെ അങ്ങേ അറ്റത്ത് നിന്ന് തന്നെ വേണം തുടങ്ങാൻ. കാര്യം ജർമ്മൻസ് ഒരിക്കലും പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മാർജിൻ്റെ പകുതിയിൽ നിന്ന് തുടങ്ങത്തില്ല, അറ്റത്ത് നിന്ന് തന്നെയാണ് നമ്മൾ തുടങ്ങുന്നത്. പേജിൻ്റെ അറ്റത്ത് നിന്ന് തുടങ്ങണം. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ തുടങ്ങാം. നമുക്ക് ഈ ഷ്രൈബെ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു റിലേറ്റീവ് സൈഡ്സോടെ തുടങ്ങാം. അങ്ങനെ ആകുമ്പം നമ്മുടെ ലെറ്റർ ഇത്തിരി മനോഹരമാകും, നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് കാണും. ഇപ്പോൾ റിലേറ്റീവ് സൈഡ്സ് എന്ന് വെച്ചാൽ നമ്മളിപ്പം ഒന്നില്ലെങ്കിൽ നമ്മൾ സ്റ്റുഡൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മളൊരു ആർബൈറ്ററായിട്ടാണ് എഴുതാനായിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മാനേജറിന് ഒരു കത്ത് എഴുതാനായിരിക്കും. അങ്ങനെയാണ്. അപ്പം നമ്മൾ പറയാം ഇഷ്ബിൻ എന്താണോ പേര്, ഇപ്പം ജോൺ സൈമണോ എന്താണ് നമ്മുടെ പേര് പറയാനുള്ള പേര് ഉപയോഗിച്ചിട്ട് ദ റൈൻ ആർബൈറ്റർ ഇൻ നിയർ എ ഫിർമ ഈസ്റ്റ്, അങ്ങനെ വല്ലോ അങ്ങനത്തെ ഒരു റിലേറ്റീവ് സൈറ്റ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ അവർക്ക് നല്ലൊരു ഇംപ്രഷൻ കിട്ടും. നമുക്കൊരു റിലേറ്റീവ് സൈറ്റ്സ് അറിയാം, അല്ലെങ്കിൽ ഒരു അത്യാവശ്യം നമുക്കൊരു B2 സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞ് നമുക്ക് നേരെ നമുക്ക് വരാത്തോണ്ട് നമുക്ക് ആദ്യം എന്താണ് നമുക്ക് പറയാനുള്ളത് ആ കാര്യം. ഈ ഷ്രൈബെ മീനൻ ദാരുബ് ഇൻ കെൻറ്റനീസു സെറ്റ്സൺ, നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഇപ്പം ഞാൻ പറഞ്ഞ ഈ സെൻറ്റൻസ് നമ്മൾ ഉപയോഗിക്കുവാണെങ്കിൽ അവിടെ നമുക്കൊരു ദാ കോമ്പോസിറ്റാ വന്നു, പിന്നെ നമുക്കൊരു ഇൻഫിനിറ്റിമിറ്റ്സ് വന്നു. അങ്ങനെ നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റും. അത് കഴിഞ്ഞ് ഇതുപോലത്തെ നമുക്ക് കുറച്ചും റേഡേ മെറ്റീരിയൽസ് ഉണ്ട്. ഞാൻ ഇടയ്ക്ക് പറയാം, അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെറ്റർ എഴുതാൻ നേരത്ത് നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇങ്ങനെ ഉള്ള റേഡേ മെറ്റീരിയൽസ് നമ്മൾ കാണാതെ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ആ സമയത്ത് എഴുതാൻ നമ്മൾ ശ്രമിക്കാൻ നേരത്ത് പലപ്പോഴും നമുക്ക് മിസ്റ്റേക്ക് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളിത് കാണാതെ പഠിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഓക്കെ, നമുക്കപ്പോൾ ഈ ഷ്രൈബെ ഈനൻ ദാരൂബ് ഇൻ കെൻറ്റനീസ് സു സെക്സൺ എന്ന് പറഞ്ഞ് നമുക്ക് വേണേൽ തുടങ്ങാം. തുടങ്ങിക്കഴിഞ്ഞ് നമുക്ക് എന്താണോ പറയാനുള്ളത്, സെക്ഷൻ കഴിഞ്ഞ് ദസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താണോ പറയാനുള്ളത് നമുക്കപ്പം വെർബ് അമ്മൻ്റെയിൽ പോവും. അത് മാക്സിമം ശ്രദ്ധിച്ചോളൂ. നമ്മുടെ ഗ്രാമാറ്റിക് എറർ ഒന്നും മാക്സിമം വരാതിരിക്കാൻ ശ്രമിക്കുക. ദസും വൈയിലൊക്കെ എന്ന് വെച്ചാൽ എറർ ഒരിക്കലും വരുത്തരുത്. കാര്യം അത് ആ സുവൈ ടോപ്പിക്കാണ്. അപ്പോൾ അതിലൊക്കെ മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ മാർക്ക് കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിലൊന്നും മിസ്റ്റേക്ക് വരുത്തരുത്. പിന്നെ നമ്മൾ എന്താണോ നമുക്ക് പറയാനുള്ളത്, നമുക്കിപ്പം എന്തെങ്കിലും മാനേജർ നമുക്കൊരു ലീവ് വേണമെന്നായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഉച്ചവരെങ്കിലും വർക്ക് ചെയ്യണമെന്നായിരിക്കാം, അല്ലെങ്കിൽ നമുക്കൊരു എക്സാം എഴുതാൻ പറ്റിയില്ല എൻഷുൾഡിഗൻ ചെയ്യാനായിരിക്കാം. അതെന്താണോ അത് നമുക്ക് ആ ക്വസ്റ്റ്യനിൽ എന്താണോ വന്നിരിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് എഴുതാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് എൻഷുൾഡിഗൻ പറയുകയാണെങ്കിൽ നമുക്കറിയാം ഇഷ് എൻഷുൾഡിഗെ മിഷ് ബൈ ഈനൻ ഫ്യൂ മൈനെ ഫെയിലർ, അങ്ങനെ എന്തെങ്കിലും അങ്ങനത്തെ ഒരു സെൻറ്റൻസ് നമ്മൾ ജസ്റ്റ് നോക്കി വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ ഒരു സെൻറ്റൻസ് എഴുതാം. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, ഇഷ് എൻഷുൾഡിഗെ മിഷ് ബൈ ഈനൻ. എപ്പോഴും ഈനൻ്റെ ഐ ക്യാപിറ്റൽ ആയിരിക്കണം, അല്ലെങ്കിൽ ഇയറെ എന്നൊക്കെ ഉപയോഗിക്കുന്നത് ക്യാപിറ്റൽ ലെറ്ററിൽ ഉപയോഗിക്കുക. കാര്യം നമ്മൾ ഈ ലെറ്റർ സി ഫോമിലാണ് എഴുതുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യണം. ഇയറെ അല്ലെങ്കിൽ സി അല്ലെങ്കിൽ ഈനൻ അങ്ങനെയുള്ള കേസ് വരാൻ നേരത്ത് നമ്മൾ ബഹുമാനത്തോടെ നമ്മുടെ റെസ്പെക്ട്ഫുൾ ആയിരിക്കും നമ്മുടെ അത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. സ്മോൾ ലെറ്റർ എഴുതി കഴിഞ്ഞാൽ അവിടെ ഉറപ്പായിട്ട് നമ്മുടെ മാർക്ക് പോകും. പിന്നെ നമ്മുടെ സ്പെല്ലിംഗ് ഒക്കെ ശ്രദ്ധിക്കണം. എല്ലാ സ്പെല്ലിംഗും നമ്മൾ ഒന്നുകൂടെ റീച്ച് ചെയ്യണം. നമുക്ക് ഒരു കോൺസെർട്ട് പേപ്പർ നമുക്ക് സെപ്പറേറ്റ്, നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ കോൺസെർട്ട് പേപ്പർ നമുക്കൊന്ന് എഴുതി നോക്കിയിട്ട് വേണം നമ്മൾ കറക്റ്റായിട്ട് എഴുതാൻ. മാക്സിമം വെട്ടും കുത്തും അങ്ങനെ ഒന്നും ഇടാതെ ശ്രമിക്കുക. കോമയും ഫുൾ സ്റ്റോപ്പ് ഒക്കെ നമുക്ക് മാക്സിമം തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് പിന്നെ എന്താണ് നമ്മൾ കാര്യം പറഞ്ഞു, ഇപ്പോൾ ഇൻഷുൾഡിംഗ് ആണ് ചെയ്യേണ്ടത് ഇൻഷുൾഡിംഗ് ചെയ്തു, അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരെ നമുക്ക് എന്താണോ ഇപ്പോൾ ഇൻഷുൾഡിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു ടെർമിൻ്റെ നേരെ നമുക്ക് എന്താ വരാൻ പറ്റാത്ത കാര്യം കൂടി റീസൺ കൂടി പറയണം. അപ്പോൾ തന്നെ നമുക്കൊരു ഫസ്റ്റ് സെക്ഷൻ നമ്മുടെ ലെറ്ററിൻ്റെ കംപ്ലീറ്റ് ആയി. പിന്നെ നമുക്ക് ഇനി എന്താണോ വേണ്ടത്, ചിലപ്പോൾ നമുക്ക് അടുത്തൊരു എക്സാം എഴുതാനായിരിക്കും, കാര്യം വരാൻ പറ്റത്തില്ല, അതുകൊണ്ട് വേറൊരു എക്സാം അല്ലെങ്കിൽ അടുത്ത
ഓർഗനൈസേഷൻ ചെയ്യാനായിരിക്കും. അതെന്താണോ അത് നമുക്കൊന്ന് പറയാം. അത് നമുക്ക് വേണമെങ്കിൽ ഇൻഡയറക്റ്റ് വേവ് ഫ്രാഗ് ഉപയോഗിച്ച് പഠിക്കാം. നമ്മൾ A2 B1 പഠിച്ചിട്ടുണ്ട്. ഇൻഡയറക്റ്റ് വേവ് ഫ്രാഗ്, ഇഷ് മ്യോഷ്ടെ വിസൺ അല്ലെങ്കിൽ ക്വൻറ്റൻസി നിയർ ബിറ്റ് സാഗൺ, അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻഡയറക്റ്റ് വേവ് ഫ്രാഗ് ഉപയോഗിച്ച് നമ്മൾ പറയുവാണെങ്കിൽ നമുക്ക് ഒരു പ്ലസൻറ്റ് അല്ലെങ്കിൽ ഒരു ഹോഫ്ലിഷ് കൈറ്റ്നസ് നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ മാക്സിമം ശ്രമിക്കുക നമുക്ക് ഈ ക്വൻറ്റൻ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ കൊണീറ്റീവ്സ് ആയ ക്വൻറ്റൻ ഒക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ മ്യോഷ്ടൻ അങ്ങനെയുള്ള വാക്കിന് പകരം ഈ ഷാബെ ദെയിൻ വ്യൂൻഷ് എന്ന് പറഞ്ഞാൽ അതിന് പകരം നമ്മൾ മ്യോഷ്ടനൊക്കെ നമ്മൾ പകരം നമ്മൾ വേറെ പഠിച്ചിട്ടുണ്ട്. അത് പഠിക്കുക, അത് എഴുതാൻ ശ്രമിക്കുക. പിന്നെ നോമൻ ഫെർബിൻഡുങ് ക്വൻറ്റന് പകരമാണ് സിന്ത് ബിയർ ഇന്ത്യ ലാഗെ എന്നുള്ള നോമൻ ഫെർബിൻഡുങ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ദാ കോമ്പോസിറ്റ് പറയേണ്ട കാര്യമില്ല, അത് ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കറിയാം. അത് നമ്മൾ യൂസ് ചെയ്യുക. ദാരൂബറോ ദാസുവോ ദാഫ്യൂറോ അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ ശ്രമിക്കാം. അങ്ങനെ എഴുതുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ലെറ്റർ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് അവസാനത്തിലെ പാർട്ടിലോട്ട് വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഓൾറെഡി നമ്മൾ ഒരു ടെർമിൻ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിച്ചു കാണും. അത് നമ്മൾ നോമൻ ഫെർബിൻഡും കൊണ്ട് ടെർമിൻ ഫെറൈൻ ബാറും ചെയ്യാനുള്ള ഒരു നോമൻ ഫെർബിൻഡും കൊണ്ട് അത് യൂസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻഡയറക്റ്റ് വേവ് ഫ്രാഗ് യൂസ് ചെയ്ത് നമ്മളിത് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇൻഡയറക്റ്റ് വേവ് ഫ്രാഗ് ഉപയോഗിക്കും പറയണം, വെർബ് അവസാനം പോകണം, മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം, നമ്മൾ മിസ്റ്റേക്ക് ഒന്നും വരുത്തരുത് അങ്ങനെ എഴുതാൻ നേരത്ത്. ഓക്കെ, നമ്മുടെ സെന്റൻസ് ഇപ്പോൾ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയി കഴിഞ്ഞു. ഇനി നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സെന്റൻസിൽ നിന്ന് അടുത്ത സെന്റൻസിലേക്ക് സ്കിപ്പ് ചെയ്യാൻ നേരത്ത് മാക്സിമം ഫുൾ സ്റ്റോപ്പ് പോകാതെ പകരം കോമ ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ദാരുബർ ഹിനൗസോ ഔസർ ദെയ്മോ സുദൈമോ അങ്ങനെ നമ്മൾ കുറച്ച് സുസാലിഷോ അങ്ങനത്തെ കുറച്ച് നമ്മൾ കണക്ടോസ് ഒക്കെ പഠിച്ചായിരുന്നു. അതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ലെറ്റർ ഒരു ഫ്ലോയിൽ തന്നെ ഇങ്ങനെ പോകും. ഒരു 2-3 സെന്റൻസ് ഒക്കെ കണക്ട് ആയി പോകുന്ന നേരത്തെ തന്നെ ആ സെന്റൻസിന് ഒരു ഫ്ലോ കിട്ടും. അത് വായിക്കുന്നവർക്ക് നല്ല പ്ലസന്റ് ആയിട്ട് ഫീൽ ചെയ്യും. അത് മാക്സിമം അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലെറ്ററിന് നമുക്ക് അത്യാവശ്യം സ്റ്റാൻഡേർഡ് കിട്ടും. പിന്നെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അവസാനം നമ്മൾ ഇപ്പോൾ ഓൾറെഡി നമ്മൾ 4 ക്വസ്റ്റ്യൻ ഏകദേശം ഉത്തരമായി കഴിഞ്ഞു. ഇനി നമ്മൾ അവസാനം നമുക്ക് വേണമെങ്കിൽ ഇഷ് ഹോഫെ ദ സി എർഫോളിനിസെ മാസ്നാമൻ എൽഗ്രിഫൻ വ്യൂർഡൻ അങ്ങനെ വല്ല ഒരു നോമൻ ഫെർബിൻഡും യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ വേണ്ട ആക്ഷൻ എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് പറയാം. പിന്നെ ഇഷ് ഹോഫയ്ക്ക് വരെ നമുക്ക് ഇഷാബെ ദി ഹോഫ്നും എന്ന നോമൻ ഫെർബിൻഡും യൂസ് ചെയ്യാം. അങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 2-3 നോമൻ ഫെർബിൻഡുമായി അത്യാവശ്യം കണക്ടോസ് ഒക്കെ യൂസ് ചെയ്തു, റിലേറ്റീവ് സാറ്റ്സ് വന്നു, പിന്നെ നമ്മുടെ ദാ കോമ്പോസിറ്റ് ഒക്കെ വന്നു. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ലെറ്റർ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആവും. പിന്നെ നമുക്ക് എപ്പോഴും ഓർത്തോണം, ഒരിക്കലും നമ്മൾ ദൂ ഫോം യൂസ് ചെയ്യരുത്, എപ്പോഴും നമ്മൾ സി ഫോം യൂസ് ചെയ്യണം. സി ഫോം യൂസ് ചെയ്യാൻ നേരത്ത് സി അല്ലെങ്കിൽ ഈനൻ ഇയറൊക്കെ ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യണം. പിന്നെ അവസാനം നമുക്ക് അവസാനം ഇഷ് വാട്ട് ഓഫ് ദ ഇയറെ ബാൾഡിക് ആൻഡ് ബോട്ടോ അല്ലെങ്കിൽ ഇഷ് വ്യൂഡ് മിസ്റ്റർ ഫ്യൂവൻ വെൻസിമിയർ സോ ബാൾഡ് വി മേഗ്ലിഷ് സുറുക് ഷൈബൻ കെൻഡനോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുക. മാക്സിമം കൊണിറ്റി സോയിൽ തന്നെ പറയാൻ ശ്രമിക്കുക. ഇങ്ങനെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ട് കഴിഞ്ഞാൽ മിഡ് ഫ്രൂനിലേഷൻ ഗ്രൂസൻ, അത് മിഡ് എം ക്യാപിറ്റൽ ആയിരിക്കണം, ഫ്രൂനിലേഷൻ്റെ എഫ് സ്മോൾ ആയിരിക്കണം, ഗ്രൂസന്റെ ജി ക്യാപിറ്റൽ ആയിരിക്കണം. അത് കഴിഞ്ഞ് നമ്മുടെ ഫുൾ നെയിം എഴുതണം. അത്ര എഴുതി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ലെറ്റർ അത്യാവശ്യം ഒരു 80 വാക്കോളം കിട്ടും. നമുക്ക് നോമൻ എല്ലാം കൂടി നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിട്ട് ലെറ്റർ നമുക്ക് കംപ്ലീറ്റ് ആയി. ഇനി ഷൈബൻ എഴുതാൻ നേരത്ത് നിങ്ങൾ മാക്സിമം ഈ ടിപ്സ് ഒക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ഷൈബനിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഷൈബൻ എഴുതാൻ നേരത്ത് നിങ്ങൾ ഈ ടിപ്സ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഔഫ് ഫീഡർ സെയിം Gino's Academy. Fly with your dreams.